പൂവ് കുറച്ച് ദിവസമായിട്ട് കുറവായിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഫുൾ ശംഖുപുഷ്പം പൂക്കൾ വന്നു തുടങ്ങി. ഈ ശംഖുപുഷ്പം വളരെ നല്ലതാണ് കേട്ടോ. നിസ്സാരമായിട്ട് ആരും കാണരുത് ശംഖുപുഷ്പത്തെ. അപ്പോൾ ഞങ്ങൾക്ക് നിറയെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പക്ഷേ എല്ലാവരും ശംഖുപുഷ്പം കഴിക്കണം, വളരെ നല്ലതാണ്. ശംഖുപുഷ്പം ചായ ഉണ്ടാക്കി കുടിക്കുന്നത് ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. എനിക്ക് വളരെ ഉറക്കം കുറവായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിയാകുമ്പോൾ ദിവസം ഇത് കാലത്ത് ഞാൻ 4 പൂവിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമായിരുന്നു. അത് കുടിക്കുമ്പോൾ നല്ല ഉറക്കം വരുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പൂവേ ഇല്ല. ഈ പൂവില്ലാത്തത് കൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് കുടിക്കാറില്ല. ഇപ്പോൾ നോക്കുമ്പോൾ തീരെ ഉറക്കം വരുന്നില്ല. അപ്പോൾ ശംഖുപുഷ്പം വളരെ നല്ലതാണ്. ഉറക്കത്തിന് മാത്രമല്ല, ബ്ലഡ് ശരീരത്തിൽ നല്ല പ്യൂരിറ്റി ചെയ്യാനും, പിന്നെ നമുക്ക് ഉറക്കക്കേടിനും, പഠിക്കാൻ കുട്ടികൾക്ക് ബുദ്ധി ഓർമ്മശക്തി അതിനെല്ലാം കുറവ്, അതിനെ പിന്നെ മുഖത്ത് വരുന്ന പാടുകൾ, ഇതിനൊക്കെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം അതിൽ കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം ശംഖുപുഷ്പം ബ്ലൂ കളറായിട്ട് വരും. ആ കളർ വരുമ്പോൾ ആ വെള്ളം എടുത്തിട്ട് അതിൽ കോൺഫ്ലവറും മാവും കൂടിയിട്ട് അടപ്പത്ത് വെച്ച് കുറച്ച് നേരം ചൂടാക്കുക, കുറുക്കിയെടുക്കുന്നുണ്ട്. മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖം നല്ല വെളുക്കും, നല്ല മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുക്കൾ ഇതെല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് പറ്റും. പിന്നെ അതുകൂടെ നമുക്ക് ദിവസം ഉറക്കം കിട്ടാനും വളരെ നല്ലതാണ് ശംഖുപുഷ്പം. എല്ലാവരും ശംഖുപുഷ്പം വീട്ടിൽ വളർത്താൻ നോക്കുക. അതുകൂടാതെ വാസ്തു കൂടിയാണിത്. ഇത് വീട്ടിൽ വളർന്നു വരുന്നത് നമുക്ക് നല്ല ഒരു പൈസ ഉണ്ടാകാനും കഷ്ടം ബുദ്ധിമുട്ട് കുറയ്ക്കാനും എല്ലാം വളരെ നല്ലതാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. പിന്നെ അതുകൂടാതെ നമ്മൾ കൃഷ്ണന് പോകുമ്പോൾ, ഗുരുവായൂർ പോകുമ്പോൾ ദിവസം ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് ശംഖ് കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നോക്കൂ, ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും. വളരെ ഭംഗിയായിട്ടുള്ള പൂക്കൾ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്ന്. ശംഖ് മാതിരി തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പൂക്കൾ വീട്ടിൽ വളർത്താൻ നോക്കുക. ഇത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിതിൻ്റെ വിത്ത് കിട്ടുന്നുണ്ട്. വിത്ത് പാവിയാൽ മതി. വിത്ത് പാവി വരുമ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ നന്നായി വരും. കുറച്ച് ദിവസം ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവില്ലാത്തത് കൊണ്ട് എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞതില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നത് ശംഖുപുഷ്പം ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചിട്ട് പൊട്ടിക്കാൻ വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ നിറയെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉണ്ടായിട്ടുണ്ട്. ശിവന് എല്ലാ തിങ്കളാഴ്ചയും ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൊണ്ട് മാല ഉണ്ടാക്കി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതില്ല, നടക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിഹാരത്തിനൊക്കെ നമുക്കിതൊരു വാസ്തു കൂടിയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. എല്ലാവരും വീട്ടിൽ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് വളർത്താനും, ശംഖുപുഷ്പ ചെടി വളർത്തി പൂവുണ്ടാവാനും, അതിന് വെള്ളം ഒഴിച്ച് വളർത്താനും. ഇപ്പോൾ മഴ പെയ്യുന്ന കാരണം ഇപ്പോൾ നന്നായിട്ട് പൂക്കളുണ്ടാവുന്ന സമയമാണ്. എല്ലാവരും ശ്രമിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എനിക്കും നല്ലത് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. ഓക്കെ, ബൈ.